ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൾക്ക് മൈക്രോ മാനുഫാക്ചറിങ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു സിമ്പിൾ പ്രോസസ് ആയിരുന്നു. അവിടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ബൾക്ക് സബ്സ്ട്രേറ്റ് ആണ്. ഒരു 3D സ്ട്രക്ചർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത പോർഷൻസ് നമ്മൾ റിമൂവ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എച്ചിങ് ടെക്നിക്സ് നമ്മൾ പറഞ്ഞത്. ബട്ട് അതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വി ആർ വേസ്റ്റിംഗ് പ്യുവർ സിലിക്കൺ. വേസ്റ്റേജ് ഓഫ് സബ്സ്ട്രേറ്റ് മെറ്റീരിയൽസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വി ക്യാൻ ഗോ ഫോർ സർഫസ് മൈക്രോ മെഷീനിങ്. സോ ഇൻ സർഫസ് മൈക്രോ മെഷീനിങ് ഒരു 3D സ്ട്രക്ചർ ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വി വിൽ ആഡ് ലെയേഴ്സ് ഓവർ ദ എക്സിസ്റ്റിംഗ് സബ്സ്ട്രേറ്റ്. ഓക്കെ, ഡിഫറെൻറ്റ് ലെയേഴ്സ് സബ്സ്ട്രേറ്റിന് മുകളിൽ നമ്മൾ അറ്റാച്ച് ചെയ്യും. ദ വിൽ ബി ഡിഫറെൻറ്റ് ഡെപ്പോസിഷൻ ടെക്നിക്സ്. ഡെപ്പോസിഷൻ പ്രോസസ് വരുന്നത് കൊണ്ട് തന്നെ അത് വളരെ എക്സ്പെൻസീവാണ്. ഡിഫറെൻറ്റ് മൈക്രോമീറ്റർ തിക്നെസ്സിലാണ് ലെയേഴ്സ് ആഡ് ചെയ്ത് പോകുന്നത്. അതുകൂടാതെ ഇത്തരം ലെയേഴ്സ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വി വിൽ യൂസ് സെർട്ടൻ സാക്രിഫിഷ്യൽ ലെയേഴ്സ്. എന്താണ് സാക്രിഫിഷ്യൽ ലെയർ എന്നുള്ളത് നമുക്ക് നോക്കാം. എനിവേ ഇതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്, എക്സ്പെൻസീവും ആണ്. ബട്ട് വേസ്റ്റേജ് ഓഫ് സബ്സ്ട്രേറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇനി ആ ഒരു പ്രോസസ്സ് നോക്കാം. ആ ഒരു ഫിഗർ ചെക്ക് ചെയ്യുക. ഇതേപോലുള്ളൊരു സിലിക്കൺ കാൻഡിലിവർ ബീമാണ് എനിക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യാനുള്ളത് ത്രൂ സർഫസ് മൈക്രോ മെഷീനിങ്. നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് സിലിക്കൺ ബേസ് എടുക്കുക. ദെൻ അതിന് മുകളിൽ ഒരു സാക്രിഫിഷ്യൽ ലെയർ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. സാക്രിഫിഷ്യൽ ലെയർ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ഫോസ്ഫോസിലിക്കേറ്റ് ഗ്ലാസ് ഓർ PSG. എന്തുകൊണ്ടാണ് ഇതിന് സാക്രിഫിഷ്യൽ ലെയർ എന്ന് പറയുന്നത്? ആക്ച്വലി എനിക്ക് ഇതിന് മുകളിൽ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. അതിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ സാക്രിഫിഷ്യൽ ലെയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഫൈനലി ഈ ഒരു സാക്രിഫിഷ്യൽ ലെയർ റിമൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവസാനം ഈ ഒരു സാക്രിഫിഷ്യൽ ലെയറിൻ്റെ യൂസ് വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ലെയേഴ്സിനെ സാക്രിഫിഷ്യൽ ലെയേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സാക്രിഫിഷ്യൽ ലെയറിൻ്റെ കുറച്ച് പോർഷൻ എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് റിമൂവ് ചെയ്യണം. ഇപ്പോൾ സെലക്ട് ചെയ്ത് എച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു മാസ്ക് എടുത്തിരിക്കുന്നത്. മാസ്കിൻ്റെ ടോപ്പ് വ്യൂ ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാസ്ക് പ്ലേസ് ചെയ്യും. അവിടെ മാസ്ക് എന്ന് പറയുന്നത് സിലിക്കൺ നൈട്രൈഡ് ആണ്. ദെൻ അതിന് മുകളിൽ എച്ചിങ് സൊല്യൂഷൻസ് യൂസ് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്ത് PSG എന്ന് പറയുന്നത് റിമൂവ് ചെയ്യാം. സെലക്ട് ചെയ്ത് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ ബീം അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് മാസ്ക് യൂസ് ചെയ്തിരിക്കുന്നത്, മാസ്ക് നമ്പർ 2. അപ്പോൾ ഇത്രയും പോർഷൻ ഓപ്പൺഡ് ആണ്. മാസ്കിൻ്റെ ടോപ്പ് വ്യൂ ആണ് അവിടെ കാണിച്ചിരിക്കുന്നത് അഗെയിൻ. ദെൻ കറസ്പോണ്ടിങ് മാസ്ക് പ്ലേസ് ചെയ്യുന്നു. ദെൻ അതിന് മുകളിൽ സിലിക്കൺ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാണ്. മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് സിലിക്കൺ 1 by 1 ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് പോളിസിലിക്കൺ, പോളിക്രിസ്റ്റലൈൻ സിലിക്കൺ. ഇപ്പോൾ പോളിസിലിക്കൺ ഡെപ്പോസിറ്റ് ചെയ്തു. അതിനുശേഷമുള്ള ഫിഗറാണിത്. ഓക്കെ, നമുക്കിനി ഫൈനലി ഈ ഒരു PSG സാക്രിഫിഷ്യൽ ലെയർ കൂടി നമുക്ക് റിമൂവ് ചെയ്യാം. ഇപ്പോൾ റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു പ്രോഡക്റ്റ് കിട്ടും, ഫൈനൽ എച്ചിങ്. ഇവിടെ ഫൈനൽ എച്ചിങ് എന്ന് പറയുന്നത് സാക്രിഫിഷ്യൽ ലെയർ കൂടി റിമൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ വേസ്റ്റേജ് ഓഫ് സിലിക്കൺ സബ്സ്ട്രേറ്റ് നടക്കുന്നില്ല. അതുതന്നെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ബട്ട് ആ ഒരു പ്രോസസ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെപ്പോസിഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. സാക്രിഫിഷ്യൽ ലെയേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. ദെൻ അതിനെ എച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ എക്സ്പെൻസീവാണ്, അതേപോലെ ടൈം കൺസ്യൂമിങ് ആണ്. കോമൺലി യൂസ് ചെയ്യുന്ന സാക്രിഫിഷ്യൽ ലെയേഴ്സാണ് ഫോസ്ഫോസിലിക്കേറ്റ് ഗ്ലാസ്, ദെൻ ഓക്സൈഡ് ലെയേഴ്സ്, ദെൻ ബോറോൺ ഫോസ്ഫോസിലിക്കേറ്റ്. അവിടെ എച്ചിങ് പ്രോസസ്സാണ് കാണിച്ചിരിക്കുന്നത്. ഡൈലൂട്ടഡ് ഹൈഡ്രോഫ്ലോറിക് ആസിഡും ഡൈലൂട്ടഡ് HCl-ഉം മിക്സ് ചെയ്ത് എച്ചിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ദെൻ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. മെക്കാനിക്കൽ പ്രോബ്ലംസ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് അഡ്ഹഷൻ ഓഫ് ലെയേഴ്സ്. നമ്മൾ ഡിഫറെൻറ്റ് ലെയേഴ്സ് 1 by 1 ആയിട്ട് അറ്റാച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പീലിംഗ് ഓഫ് നടക്കാം, ഇളകി പോരാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ഷിയർ സ്ട്രെസ് കമ്പോണൻസ് വരാം, അതിനെ വിസ്റ്റാൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇളകി പോരാനുള്ള ചാൻസസ് ഉണ്ട്. ന്യൂ ലെയേഴ്സ് നമ്മൾ ആഡ് ചെയ്യാണ്. ഓക്കെ, അതൊരു പ്രോബ്ലമാണ്. മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇൻ്റർഫേഷ്യൽ സ്ട്രെസ്സസ് ഡ്യൂ ടു ദ മിസ്മാച്ച് ഓഫ് CTE. തെർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് മെറ്റീരിയൽസിന് ഡിഫറെൻ്റ് ആണ്. ഇവിടെ പ്രത്യേകിച്ചും ഒരു ലെയറിന് മുകളിൽ മറ്റു ലെയേഴ്സ് ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്.
ഓരോ മെറ്റീരിയലിനും ഡിഫറൻറ്റ് എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ആണ്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിഡേഷൻ പ്രോസസ് നടക്കുന്നത് ഹൈ ടെമ്പറേച്ചറിലാണ്. ദെൻ ഓക്സിഡേഷൻ പ്രോസസ് നടന്നതിന് ശേഷം ഇപ്പോൾ സിലിക്കനും സിലിക്കൺ ഡയോക്സൈഡിനും ഡിഫറൻറ്റ് CT ആണ്, എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ആണ്. റൂം ടെമ്പറേച്ചറിലോട്ട് വരുമ്പോൾ ഡിഫറൻറ്റ് CT ആയതുകൊണ്ട് തന്നെ കംപ്രഷൻ ഡിഫറൻറ്റ് രീതിയിലായിരിക്കും. അവിടെ ബെൻഡിങ് നടക്കും, ഷേപ്പിൽ വ്യത്യാസം വരാം. ഇപ്പോൾ ഡിഫറൻറ്റ് മെറ്റീരിയൽസ് എടുക്കുമ്പോൾ ഡിഫറൻറ്റ് CT ആകുമ്പോൾ ഡിഫറൻറ്റ് ടെമ്പറേച്ചറിൽ അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഡിഫറൻറ്റ് രീതിയിലായിരിക്കും എക്സ്പാൻഷനും കംപ്രഷനും നടക്കുക. അതൊരു മെയിൻ പ്രോബ്ലമാണ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ് സ്റ്റിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ സാക്രിഫിഷ്യൽ ലെയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ്? സാക്രിഫിഷ്യൽ ലെയറിൻ്റെ മുകളിലാണ് മറ്റുള്ള ലെയേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഫൈനലി ഈ ഒരു സാക്രിഫിഷ്യൽ ലെയർ എന്ന് പറയുന്നത് റിമൂവ് ചെയ്യും. സാക്രിഫിഷ്യൽ ലെയറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് മൈക്രോമീറ്റർ തിക്നെസ്സിലാണ്, വളരെ തിന്നാണ്. ഈ ഒരു സാക്രിഫിഷ്യൽ ലെയർ റിമൂവ് ചെയ്യുമ്പോൾ അതിന് മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു എക്സാമ്പിളാണെന്നുണ്ടെങ്കിൽ പോളിസിലിക്കൺ ആണ് സാക്രിഫിഷ്യൽ ലെയറിന് മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. സാക്രിഫിഷ്യൽ ലെയർ റിമൂവ് ചെയ്യുമ്പോൾ ദീസ് പോളിസിലിക്കൺ ബീം മേ കൊളാപ്സ് ഓവർ ദ സബ്സ്ട്രേറ്റ്. അവിടെ ഫ്രാക്ചേഴ്സ് ഫോം ചെയ്യാം. ഓക്കെ, ആ ഒരു സപ്പോർട്ട് പെട്ടെന്ന് റിമൂവ് ചെയ്യുമ്പോൾ ദേ മേ കൊളാപ്സ് ഓവർ ദ സബ്സ്ട്രേറ്റ്. ദാറ്റ് ഈസ് കോൾഡ് ദ സ്റ്റിക്ഷൻ. അവിടെ സാക്രിഫിഷ്യൽ ലെയർ എന്ന് പറയുന്നത് വളരെ തിന്നാണ്. ഇവിടെ തന്നെ നോക്കുക, പോളിസിലിക്കൺ ബീമും ബേസും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. സാക്രിഫിഷ്യൽ ലെയർ റിമൂവ് ചെയ്യുമ്പോൾ ദേ മേ ബി അട്രാക്റ്റീവ് ഫോഴ്സസ് ലൈക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സസ് ആൻഡ് അതർ കെമിക്കൽ ഫോഴ്സസ്. സോ അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റിക്ഷൻ ഉണ്ടാവുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സർഫസ് മൈക്രോ മെഷീനിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ലിഗ പ്രോസസ് നോക്കാം. ഓക്കെ.